നമസ്കാരം. കോഴിക്കോട് ഉത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിന് പിന്നാലെ പ്രതികരണവുമായി മണക്കുളങ്ങര ക്ഷേത്രം മേൽശാന്തി. ആന എഴുന്നള്ളിപ്പ് ആചാരമല്ലെന്നും ആളപായം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ആനയ്ക്ക് പകരം തേരുൾപ്പെടെയുള്ളവയെ പറ്റി ചിന്തിക്കണമെന്നും മണക്കുളങ്ങര മേൽശാന്തി പ്രദീപ് പെരുമ്പള്ളിയിടം പറഞ്ഞു. ഇതിന് സർക്കാരും കോടതിയും ഇടപെട്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞതിനെ തുടർന്ന് ആനപ്പുറത്ത് നിന്ന് താഴെ വീണ് പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ മേൽശാന്തി വീട്ടിൽ തിരികെ എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഒരു പുസ്തകത്തിലും ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പിനെക്കുറിച്ച് പരാമർശമില്ലെന്നും മേൽശാന്തി വ്യക്തമാക്കി. എഴുന്നള്ളത്തിന് ആന തന്നെ ഉപയോഗിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ആളപായം കൂടി വരുന്ന സാഹചര്യത്തിൽ ആനകൾക്ക് പകരം രഥം, തേര്, പ്രത്യേക വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കാവുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹൈക്കോടതി ആന എഴുന്നള്ളിപ്പിനെതിരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തിരുന്നു. കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ ഈ സാഹചര്യത്തിൽ മേൽശാന്തി നടത്തിയ പ്രതികരണം വളരെ നിർണായകമാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് സ്റ്റേ ചെയ്തത്. വിധി സ്റ്റേ ചെയ്തത് ഉത്സവങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണെന്നാണ് സുപ്രീം കോടതിയുടെ വാദം. 3 മീറ്റർ അകലം ആനകളോട് പാലിക്കാൻ എങ്ങനെ പറയുമെന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിക്കേറ്റ തിരിച്ചടിയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ സംഭവം. മേൽശാന്തിയുടെ പ്രസ്താവനയിലൂടെ ഉത്സവ എഴുന്നള്ളിപ്പിന് ആനവിലക്ക് വരുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. പൂരങ്ങൾക്ക് മാത്രം മതിയോ ഇനി ആന? നിയമയുദ്ധത്തിലേക്ക് ഇനി എല്ലാവരും ഉറ്റുനോക്കും. ആന എഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ബെഞ്ചിനെതിരെ പൂരപ്രേമി സംഘം എന്ന സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ബെഞ്ചിന്റെ നടപടികൾ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സംഘം പരിശോധിക്കണമെന്നും ബെഞ്ച് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നുമായിരുന്നു സംഘടനയുടെ ആവശ്യം. ഈ ആവശ്യം അടിയന്തരമായി പരിഗണിക്കണമെന്ന് സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ വികാസ് സിംഗ്, അഭിഭാഷകൻ CR ജയസുഗിൻ എന്നിവർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ജസ്റ്റിസുമാരായ BV നാഗരത്ന, SC ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. 2012 നാട്ടാന പരിപാലന ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്യാത്ത നിയന്ത്രണങ്ങൾ ആന എഴുന്നള്ളിപ്പിന് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനാലാണ് തങ്ങൾ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തത്. എന്നാൽ ഈ കേസ് നിലവിൽ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിനാൽ അടിയന്തരമായി ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടൽ ആവശ്യമെങ്കിൽ പൂരപ്രേമികളുടെ സംഘടനയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നേരത്തെ കേസിൽ അടിയന്തരവാദം കേൾക്കണമെന്നും മൃഗസ്നേഹികളുടെ സംഘടന ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആ ആവശ്യവും സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നില്ല. അതേസമയം ആനയിടിഞ്ഞുണ്ടായ അപകടത്തിൽ നടപടിയെടുക്കാൻ മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെടിക്കെട്ട് നടത്തിയത് അശ്രദ്ധമായാണ്, കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആനയുടെ ഉടമകളും ക്ഷേത്രം ഭാരവാഹികളും പ്രതികളാകുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ പടക്കം പൊട്ടിച്ചത് നാട്ടുകാരാണെന്നും അതുമായി ബന്ധമില്ലെന്നുമാണ് ക്ഷേത്ര ഭരണസമിതി പറയുന്നത്. ചട്ടം ലംഘിച്ചിട്ടില്ല. ക്ഷേത്ര ആചാരത്തിന്റെ ഭാഗമായി കതിന പൊട്ടിക്കുകയാണ് ചെയ്തത്. കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്നും ക്ഷേത്ര ട്രസ്റ്റി ചെയർമാൻ LG ഷെരീദ് പറഞ്ഞു. ആനകളിടഞ്ഞ ക്ഷേത്രം ഓഫീസ് കെട്ടിടം തകർന്നു വീണു മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റവരെയും സഹായിക്കാൻ സർക്കാരും ഗുരുവായൂർ ദേവസ്വവും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ദേവസ്വം മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനകളെയാണ് മണിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി എത്തിച്ചിരുന്നത്. ദേവസ്വവുമായി ബന്ധപ്പെട്ട അത്യാഹിതങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ആശ്രിതരെ സഹായിക്കുന്ന കീഴ്വഴക്കം ഗുരുവായൂർ ദേവസ്വത്തിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കോടതി ഉത്തരവുകളുമുണ്ട്. ഈ സാഹചര്യത്തിൽ മരിച്ചവരുടെ കുടുംബ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് അവരുടെ ആശ്രിതർക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ജോലി നൽകണമെന്നും മരിച്ചവരുടെ കുടുംബങ്ങളെയും പരിക്കേറ്റവരെയും സാമ്പത്തികമായി സഹായിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ പറയുന്നു.